വയനാട്ടിലും പാലക്കാട്ടും കോൺഗ്രസ് വലിയ വിജയം തന്നെയാണ് നേടിയത്. പാലക്കാടിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി 18,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നു. എന്നാൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്ന ഏറ്റവും ശക്തമായ ഒരു ആരോപണം, UDF-നെതിരായി ഉയർന്ന പല ആരോപണങ്ങൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം UDF SDP-യുടെ വോട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യമായിരുന്നു. SDP-യുടെ വോട്ടുകൾ UDF സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് UDF-ലെ ഒരു വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ പറഞ്ഞത് SDP-യുടെ വോട്ടുകൾ ലഭിച്ചാൽ തങ്ങൾ സ്വീകരിക്കും. കാരണം കോൺഗ്രസിന്റെ ആശയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത്. വർഗീയ രാഷ്ട്രീയത്തിനെതിരായുള്ള ജനാധിപത്യ ചേരിയുടെ പോരാട്ടമാണ് പാലക്കാട്ട് നടക്കുവാൻ പോകുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് തങ്ങളുടെ ആശയം മുൻപോട്ട് വെക്കുമ്പോൾ അതിൽ BJP-കാരന് ഒത്തുനിൽക്കാം, അതിൽ SDP-കാരന് ഒത്തുനിൽക്കാം, അതിൽ ഏത് ജാതി മത വർഗ വർണ്ണ ഭേദങ്ങൾക്കപ്പുറം നിൽക്കുന്ന മനുഷ്യനും മതമുള്ള മനുഷ്യനും ഇല്ലാത്ത മനുഷ്യനും ഒത്തുനിൽക്കാമെന്ന ഒരു മറുപടിയാണ് കോൺഗ്രസ് അതിന് നൽകിയത്. അതിന് തൊട്ടു പിന്നാലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നു. SDP പരസ്യമായി അവരുടെ ആഹ്ലാദ പ്രകടനവുമായി മുൻപോട്ട് പോകുന്നു. ഇതെല്ലാം കോൺഗ്രസിന് പിന്നീട് ഒരു ചെറിയ തലവേദനയും ചെറിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന വിഷയങ്ങളായി മാറിയെങ്കിൽ പോലും SDP-യുടെ വോട്ടുകൾ വാങ്ങില്ല എന്ന് ഒട്ടുമിക്ക നേതാക്കന്മാരും നിഷേധിച്ച് തള്ളിയിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ SDP-യുടെ വോട്ടുകൾ കോൺഗ്രസ് നേടിയിട്ടുണ്ട് എന്നൊരു വാദവുമായി CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ വിജയരാഘവനും എത്തിയിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും ഒക്കെ കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നു. അവരുടെ വർഗീയ ചിന്തകൾക്കെതിരായി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അവരുടെ വോട്ടുകൾ നേടുവാൻ വേണ്ടി അവരെ പ്രീണപ്പെടുത്തി ഇങ്ങനെ പോവുകയാണ് UDF എന്ന തരത്തിലേക്കുള്ള ഒരു വാദം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുകയാണ് വിജയരാഘവൻ. കൂടാതെ കേന്ദ്ര സർക്കാരിനെതിരായുള്ള രൂക്ഷമായ വിമർശനവും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിട്ടുണ്ട്. ആ വാദങ്ങൾ ഇങ്ങനെയാണ്: ആനുകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSSന്റെ തീവ്ര വർഗീയതയെ മുറിച്ചു കടക്കൽ അതിപ്രധാനമാണ്. ഇതിനുള്ള ശ്രമങ്ങളാണ് CPIM നടത്തുന്നത്. ഒരു പള്ളിയിൽ നിന്ന് തുടങ്ങി 3-ലെത്തി 30 എണ്ണത്തെക്കുറിച്ച് പറഞ്ഞ 30,000 പള്ളി പൊളിക്കുന്ന അജണ്ടയുമായി സംഘപരിവാറിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ നാടിനെ ഭിന്നിപ്പിക്കുകയാണ്. ഒരു തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റവും ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. ഒരു തരത്തിലുള്ള ചർച്ചയും പാർലമെന്റിൽ നടക്കുന്നില്ല. മൂന്നാമതും അധികാരത്തിലെത്തിയ മോദി സർക്കാരിന്റെ പ്രഥമ പരിഗണന വഖഫ് നിയമ ഭേദഗതി ചെയ്യുക എന്നതാണ്. മുസ്ലിം വിരുദ്ധതയാണ് ഇതിന് പിന്നിൽ. അടുത്തത് ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യണം. അതിനുള്ള ഭൂരിപക്ഷം പാർലമെന്റിൽ BJP-ക്കില്ല. എന്നിട്ടും ആ അജണ്ട ചർച്ച ചെയ്യാനും അത് സജീവമായി നിർത്തുവാനും ഭരണവൈകല്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുവാനുമായി ഇത്തരം വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു. രാജ്യത്തെ വടക്ക് കിഴക്കൻ മേഖല പിടിക്കുവാനുള്ള RSSന്റെ മാസ്റ്റർ പ്ലാനാണ് മണിപ്പൂരിൽ നടക്കുന്ന കലാപം. ആദിവാസികളെ വരെ വർഗീയവൽക്കരിക്കുകയാണ്. കേരളത്തിലും വർഗീയ ധ്രുവീകരണം നടത്തുകയാണ്. ഈ സാഹചര്യത്തെ മുറിച്ചു കടക്കാൻ വേണ്ട നയവും നിലപാടുകളും എടുത്തു മുൻപോട്ട് പോകുകയാണ് മതനിരപേക്ഷ കക്ഷികളുടെ അടിയന്തര കടമ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തങ്ങളായ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി എങ്ങനെ വോട്ടുകൾ നേടാമെന്നാണ് UDF ശ്രമിച്ചത്. കോൺഗ്രസ് കേരളത്തിൽ എല്ലാ വർഗീയതയോടും സന്ധി ചെയ്ത് പ്രവർത്തിച്ചു. ഇപ്പോൾ വിവിധ വർഗീയതകൾ കേരളത്തിലെ ഓരോ കുടുംബത്തെയും വർഗീയവൽക്കരിച്ച് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഹിന്ദു വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്ന നിലയിൽ ഈ ശ്രമങ്ങൾ ദീർഘകാലമായി നടത്തി വരുന്നുണ്ട്. ന്യൂനപക്ഷ വർഗീയത കൂടി ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കേരളത്തിന്റെ പുരോഗമന മൂല്യങ്ങളുടെ തിരസ്കരണമാണ് ഉണ്ടാവുക. കേരളത്തിന്റെ ഇടതുപക്ഷ അടിത്തറ തകർത്ത ഇടതുപക്ഷ മതേതര മുന്നേറ്റങ്ങളെ തടയാനാണ് എല്ലാ പ്രതിലോമ ശക്തികളും ചേർന്ന് ശ്രമിക്കുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇത് നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതുതന്നെയാണ് നടന്നത്. ഈ സത്യം പറയാതിരിക്കാൻ കഴിയില്ല. ഭൂരിപക്ഷ വർഗീയതയെ ശക്തിയായി എതിർക്കും. അതിനർത്ഥം ന്യൂനപക്ഷ വർഗീയതയെ വിമർശിക്കാൻ പാടില്ല എന്നല്ല. ആ വിമർശനത്തെ അസഹിഷ്ണുതയോടുകൂടി കാണുന്നവരോട് നമുക്ക് സഹതപിക്കാനേ സാധിക്കൂ. വർഗീയതയിൽ തമ്പടിച്ച കോൺഗ്രസിന് ഇതൊരിക്കലും പറ്റില്ല. ഇടതുപക്ഷത്തെ തോൽപ്പിക്കുവാനുള്ള വഴിയായാണ് വർഗീയതയെ അവർ കാണുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് കോൺഗ്രസും ലീഗും ജമാഅത്ത് ഇസ്ലാമിയും SDP-യും ഉൾപ്പെടുന്ന ശേരിയുടെ പിന്തുണയിലാണ്. ഇത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും കൂട്ടുപിടിച്ചുള്ള വയനാട്ടിലെ മത്സരം പ്രതിപക്ഷ തീവ്ര മുസ്ലിം വർഗീയതയ്ക്ക് ഒപ്പമാണ് എന്ന പ്രചരണം നടത്താൻ BJP-ക്ക് അവസരമൊരുക്കി. ഇത് രാജ്യമാകെ അവർ പ്രചരണ വിഷയമാക്കി. അതിനവർക്ക് അവസരം നൽകിയതിലൂടെ വലിയൊരു തെറ്റാണ് കോൺഗ്രസ് ചെയ്തത്. ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും മോശപ്പെട്ട ശക്തികളെ വരെ
കൂട്ടുപിടിച്ചുകൊണ്ട് അവർ കേരളത്തിന്റെ പുരോഗമന അടിത്തറ തകർക്കുകയെന്ന പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകി. സംഘപരിവാറിനെ ഉള്ളിലൂടെ പരിലാളിക്കുന്നത് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ പ്രകടമായി ഇസ്ലാമിക തീവ്രവർഗീയവാദികളെയും കൂട്ടുപിടിക്കുന്നു. അധികാരം കിട്ടാൻ ഏത് വർഗീയതയുമായും സന്ധി ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം തെളിയിക്കുന്നത്. പാലക്കാട് UDF സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷം തുടങ്ങിയത് SDFI പ്രകടനത്തോടു കൂടിയാണ്. ഈയിടെ മഹാത്മാഗാന്ധിയെയും ഭഗത് സിംഗിനെയും ജമാഅത്ത് ഇസ്ലാമി ആക്ഷേപിച്ചിട്ടും കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടിയില്ല. അതിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് ഒരു മാധ്യമവും അവരോട് ചോദിച്ചിട്ടുമില്ല. ഈ മാധ്യമ പരിലാളന വെച്ചുകൊണ്ടും മാധ്യമങ്ങളെ ഉപയോഗിച്ചും ഇത്തരം ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തുന്നവരെ ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ്. എത്ര ആക്ഷേപിച്ചാലും കോൺഗ്രസ് കാണിക്കുന്ന വർഗീയ പ്രീണനങ്ങളെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. മാധ്യമങ്ങളെ പേടിച്ചോ പ്രതിപക്ഷം വിലക്കെടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ കൂലി സംഘത്തെ പേടിച്ചോ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാതിരിക്കും എന്ന് കരുതരുത്. തീവ്രവർഗീയ പ്രസ്ഥാനങ്ങളോടുള്ള കോൺഗ്രസിന്റെ അനുകൂല നിലപാടുകളെ ഇനിയും അതിശക്തമായി തുറന്നെതിർക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതായാലും UDFന് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ വോട്ട് വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് A. വിജയരാഘവൻ.